സജിത്ത്, ഇന്നത്തെ ദിവസം വളരെ നിർണായകമായ ഒരു ദിനം എന്ന് തന്നെ പറയാം രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ സജിത്ത്, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനപ്പുറത്ത് ഈ നിയമപരമായ ഒരു സാധ്യത അതിനെ തേടുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്നതാണ്. ആ നിയമപരമായ സാധുതയെയും രാഷ്ട്രീയത്തെയും നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയേ പോകാൻ സാധിക്കൂ. ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള നടപടികൾ, ആ നടപടികൾ ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കാൻ പോകുന്നത് സജിത്ത്? അഭിലാഷ് സൂചിപ്പിച്ച ആദ്യ സാധ്യതകളിലേക്ക് തന്നെ നമുക്ക് പോവാം. അതുതന്നെയായിരിക്കും കോടതിയിൽ സംഭവിക്കുക. ഒന്ന്, ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നലെ സുപ്രധാനമായ ഒരു കൂട്ടിച്ചേർക്കൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊരു അടച്ചിട്ട കോടതിയിൽ ഈ ജാമ്യ ഹർജിയിലുള്ള വാദം കേൾക്കണമെന്നതാണ്. കോടതി അത് പരിഗണിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ പുതിയതായി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിവരം. അങ്ങനെയെങ്കിൽ അടച്ചിട്ട കോടതിയിലായിരിക്കും ഈ വാദം കേൾക്കുക. ശ്രദ്ധിക്കുക, ഈ ജാമ്യ ഹർജിയിൽ തന്നെ വാദം നടക്കുമ്പോൾ അതിൽ ചില സുപ്രധാനമായ രേഖകൾ പ്രോസിക്യൂഷനും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകനും കോടതിക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആ രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലാവണം, ഈ അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാവണം അടച്ചിട്ട കോടതിയിൽ എന്ന വാദമുയർന്നതിന് കാരണം. കോടതി അത് അംഗീകരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഒരു സ്ഥിരീകരണം കൂടി ആവശ്യമുണ്ട്. എന്തായാലും നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം, അടച്ചിട്ട കോടതിയിലായിരിക്കും ഈ മുൻകൂർ ജാമ്യ ഹർജിയിലുള്ള വാദം നടക്കുക എന്ന കാര്യം. എന്തായാലും ഈ തരത്തിലേക്ക് തന്നെ സാഹചര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ്. ഇനി ഇതിൻ്റെ സാധ്യതകളിലേക്ക് വന്നാൽ, ഒന്ന്, മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതിയിൽ നിന്നും എതിരായ ഒരു തീരുമാനമുണ്ടായാൽ, അതായത് മുൻകൂർ ജാമ്യം കോടതി അനുവദിക്കാനാവില്ല എന്ന നിലപാടെടുത്താൽ രാഹുലിന് നിലവിലുള്ള സാഹചര്യം ഒന്നുകൂടി കടുപ്പിക്കും. അതിൻ്റെ അർത്ഥം അത് അറസ്റ്റിലേക്ക് പോവുകയോ അല്ലെങ്കിൽ കീഴടങ്ങലോ വേണ്ടി വരികയോ എന്നതാണ്. ഒരു കാര്യം ഓർക്കണം, പോലീസ് ഇതുവരെയും രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ന് 7ാം ദിവസമാണ്. ഒരുപക്ഷേ ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണനയ്ക്ക് വരുന്നു എന്ന കാരണം കൊണ്ടാവാം പോലീസ് ഒരുപക്ഷേ ഈ പോലീസിൻ്റെ റഡാറിനുള്ളിലാണെങ്കിലും രാഹുലിനെ ഒരു പക്ഷേ പിടിക്കപ്പെടാത്തത്. അതൊരു കാരണമാവാം, ഒരു സാധ്യതയാണ്. നമുക്കത് അവിടെ നിൽക്കട്ടെ. പക്ഷേ എന്തായിരുന്നാൽ തന്നെയും രാഹുൽ ഇന്നത്തെ ദിവസം ജാമ്യ ഹർജിയിൽ കോടതിയിൽ ഉണ്ടാകുന്ന തീരുമാനത്തിനനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ തുടർഭാവി, അത് രാഷ്ട്രീയ ഭാവിക്കപ്പുറം അദ്ദേഹത്തിൻ്റെ നിയമത്തിന് മുന്നിലേക്ക് വരുമോ എന്ന കാര്യത്തിൽ ഉണ്ടാവുക. ജാമ്യ ഹർജി തള്ളിയാൽ അത് അറസ്റ്റ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ കീഴടങ്ങൽ ഉണ്ടായേക്കാം. അതേസമയം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയാൽ ഒരു സാധ്യത, അടുത്ത സാധ്യത, മുൻകൂർ ജാമ്യം കിട്ടിയാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി ഒരു പക്ഷേ പ്രതികരിച്ചേക്കാം, അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കാം. ഇതാണ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം. പക്ഷേ ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രധാനമായ ചില രേഖകൾ പ്രോസിക്യൂഷനും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകനും കോടതിക്ക് മുന്നാലെ കൊണ്ടുവരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന കാര്യം. ഇതിനിടയിൽ ഇന്നലെ ഉയർന്നു വന്ന പുതിയ പരാതി കൂടി കോടതിയുടെ പരിഗണനയിലേക്ക് പ്രോസിക്യൂഷനെ ഉയർത്തിക്കൊണ്ടുവരുമോ എന്നതും അങ്ങേറ്റം നിർണായകമാണ്. നമുക്ക് കാത്തിരിക്കണം ഈ കോടതി നടപടികൾ. തീർച്ചയായും അവിടെ സജിത്ത്, ഈ സാങ്കേതികമായി ഈ വിഷയം സജിത്ത് പറയുന്നതെല്ലാം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നിയമ രംഗത്തുള്ളവർ പറയുന്നതിൽ ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. കോടതിയെ സംബന്ധിച്ചിടത്തോളം പുറത്തു നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ ഒരു കാരണവശാലും സ്വാധീനിക്കുന്ന ഒന്നല്ല. കോടതിക്ക് റിപ്പോർട്ട്, അതായത് പോലീസ് നൽകുന്ന റിപ്പോർട്ട് മാത്രം പരിഗണിച്ചാൽ മതി എന്നുള്ളതാണ്. അത് എത്രത്തോളം നിലനിൽക്കും എന്നത് ഒരു ഭാഗം. രണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട പശ്ചാത്തലമുണ്ടോ, അല്ലെങ്കിൽ ജാമ്യം ലഭിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി, അതായിരിക്കുമല്ലോ പ്രധാനമായും ഇന്ന് വാദമായി അന്വേഷണ സംഘം ഉന്നയിക്കാൻ പോകുന്നത്. ഒപ്പം ഈ രണ്ടാമത്തെ പരാതി, അത് അങ്ങേയറ്റം ഗൗരവതരമാണ് എന്ന് പറയുമ്പോൾ പോലും അതിൽ പോലീസ് കൂടുതൽ നടപടിയിലേക്ക് പോയിട്ടുണ്ടോ എന്ന ചോദ്യം, അല്ലെങ്കിൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ഈ സൂചിപ്പിക്കുന്നത് പോലെ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം, അത് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ലേ സജിത്ത്? തീർച്ചയായിട്ടും ഉണ്ടാകും. ആ പരാതിയിൽ മാത്രമല്ല, ഈ പുതിയ പരാതിക്കാരി നിയമ നടപടികൾക്ക് താല്പര്യമില്ല എന്ന നിലപാടെടുത്തു എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അങ്ങനെയെങ്കിൽ പ്രോസിക്യൂഷന് അല്ലെങ്കിൽ പോലീസിന് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വെല്ലുവിളി ഉണ്ടാകും. അതുകൊണ്ട് അത് നിയമപരമായി എത്ര കണ്ട് നിലനിൽക്കുമെന്നത് സംശയകരമാണ്. പക്ഷേ പ്രോസിക്യൂഷന് രാഹുൽ മാങ്കൂട്ടം തുടർച്ചയായി ഇത്തരം പരാതികൾ, ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്ന വ്യക്തിയാണ്, ഇത്തരം ഇടപെടലുകൾ നടത്തുന്ന വ്യക്തിയാണ്, സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന വ്യക്തിയാണ്, അത്തരം ഇടപെടലുകൾ നടത്തിയുള്ള വ്യക്തിയാണ് എന്ന കാര്യം ഉന്നയിക്കാൻ കഴിയും. കാരണം പാർട്ടിക്ക് കിട്ടിയ പരാതി DGPയുടെ പരിഗണനയിലാണ്. അത് യുവതിക്ക് പരാതി ഇല്ലെങ്കിൽ കൂടിയും അത് DGPക്ക് മുന്നിൽ ഒരു പരാതിയായി തന്നെ ഉയർത്തപ്പെടുകയാണ്. സ്വാഭാവികമായും അത് പോലീസിന്റെ പക്കലുള്ള ഒരു പരാതിയാണ്. അത് പോലീസിന് ഉയർത്തിക്കാട്ടാൻ കഴിയും. അത് കോടതിയിലേക്ക് വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഒരുപക്ഷെ അത് വെല്ലുവിളിയായി മാറാനുള്ള സാധ്യതയും ചെറുതല്ല. അഭിലാഷ് സൂചിപ്പിച്ച ഒരു കാര്യം കൂടി പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ മാധ്യമ ചർച്ചകളും രാഷ്ട്രീയ ചർച്ചകൾക്കും അപ്പുറം കോടതിക്ക് മുന്നിലേക്ക് നിയമവും തെളിവുകളുമല്ലേ വരിക എന്നത് വളരെ പ്രസക്തമാണ് കാര്യം. മുൻകാലങ്ങളിൽ സമാനമായ ചില കേസുകളിലൊക്കെ പ്രതിക്ക് അല്ലെങ്കിൽ ആരോപണ വിധേയനായ വ്യക്തിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വ്യക്തികൾക്കൊക്കെ ജാമ്യം കിട്ടിയ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. അതുതന്നെയാണോ രാഹുലിനും സംഭവിക്കുക എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ മറ്റു ചില ഘടകങ്ങൾ കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കോടതിക്ക് മുന്നിലേക്ക് ഈ തെളിവുകൾ ഇന്ന് എത്ര കണ്ട് പുതിയതായി വരുമെന്നത് നിർണായകമാണ്. തീർച്ചയായും സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ ഇതിനു മുമ്പ് ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിട്ട ആളുകളുണ്ട് എന്ന് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാഹചര്യം
വ്യത്യസ്തമാണ് എന്നതുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഈ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം. അതിനുശേഷം ചില സൂചനകൾ പുറത്തു വരുന്നു. നിരവധിയായ സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ അവരൊന്നും പരാതിയുമായി രംഗത്ത് വന്നില്ല. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരുന്നു. ഏതാണ്ട് 3 മാസത്തോളം ആരും ഒരു പരാതിയും നൽകാൻ തയ്യാറായില്ല. അതിനുശേഷമാണ് അതിജീവിത രംഗത്ത് വന്നത്. നിയമപരമായ സാധ്യതകൾ അത് കോടതിക്ക് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കോടതിക്ക് മുന്നിലെത്തുന്ന തെളിവുകൾ, ഒപ്പം രാഹുൽ മാങ്കൂട്ടവും ചില തെളിവുകൾ നൽകിയിട്ടുണ്ട്. സീൽ വെച്ച കവറിൽ ആണ് ഈ തെളിവുകൾ നൽകിയിട്ടുള്ളത്. പക്ഷേ സാങ്കേതികമായി നമ്മൾ മനസ്സിലാക്കുന്നത് ആ തെളിവുകളുടെ വിശദാംശങ്ങളൊന്നും കോടതി ഇന്ന് കാര്യമായി പരിഗണിക്കാൻ സാധ്യതയില്ല. അത് കേസിന്റെ നിലനിൽപ്പ് മുന്നോട്ട് പോക്കാം അതിനെ ആശ്രയിച്ചായിരിക്കും നിൽക്കുക. ഇപ്പോൾ അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു MLA-യെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ വിടേണ്ടതുണ്ടോ, കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ടോ, ജാമ്യം ലഭിച്ചാൽ ഏത് തരത്തിലായിരിക്കും ഈ കേസിനെ അത് ബാധിക്കുക. ഈ മെറിറ്റ് അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിലേക്കായിരിക്കും കോടതി ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. കോടതിയുടെ നിലപാട് എന്തുമാകട്ടെ, രാഹുൽ മാങ്കൂട്ടം വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായിരിക്കുന്നു. അങ്ങനെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. ഒപ്പം അദ്ദേഹം പറയുന്നത് ഈ പൊക്കിൾക്കൊടി ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ പിന്നെ ഞങ്ങൾക്കെന്ത് ഉത്തരവാദിത്തം എന്നാണ്. MLA ആയി തുടരണോ വേണ്ടയോ എന്നതൊക്കെ തീരുമാനിക്കേണ്ടത് സ്പീക്കർ ആണ് എന്നാണ്. അവിടെ സ്പീക്കറിന് വിവേചനാധികാരമുണ്ട്. ഒരു പക്ഷേ ഇന്നത്തെ ജാമ്യവുമായി ബന്ധപ്പെട്ട് അത്തരം കടന്ന കൈയിലേക്ക് സ്പീക്കർ പോകുമോ, അതിനുള്ള സാധ്യത വിരളമാണ്. പക്ഷേ അപ്പോഴും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പറയുന്നത്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതായിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടം മതിൽ ചാടുകയാണ് ചെയ്തത്. അതൊരു പുകഞ്ഞ കൊള്ളിയാണ്. ആ പുകഞ്ഞ കൊള്ളി പുറത്താണ്. പുകഞ്ഞ കൊള്ളിയോടെ സ്നേഹമുള്ളവർക്കും പുറത്തു പോകാം എന്ന ഒളിയമ്പ് കൂടി, ബ്രഹ്മാസ്ത്രത്തിന് മുമ്പ് ആ ഒളിയമ്പ് കൂടി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവർ, രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പം നിൽക്കുന്നവർ, രാഹുൽ മാങ്കൂട്ടത്തിന് സഹായം നൽകുന്നവർ, അവർ കൂടി പുറത്തു പോയിക്കൊള്ളൂ എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. പാർട്ടിയുടെ അന്തസ് കാത്തു സൂക്ഷിക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാട്. അതിനെതിരായിട്ട് ആര് നീങ്ങിയാലും നടപടി പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ മാന്യത വേണം. അതാണ് ഞങ്ങളുടെ നിലപാട്. അടിയന്തര യോഗം ഏതാ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഏതാ പാർട്ടി ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. ഈ പറഞ്ഞ അടിയന്തര KPCC യോഗം അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അതിന്റെ ആവശ്യമൊന്നുമില്ല. ലീഡേഴ്സുമായിട്ട് കൂടിയാലോചിച്ച് ഇപ്പോൾ ഓൺലൈനിൽ ചേരാലോ വേണമെങ്കിൽ. അങ്ങനെ ഈ കൂടിയാലോചന നടന്നോ? ഏതായാലും ഞാൻ പ്രസിഡന്റുമായിട്ട് എല്ലാ കാര്യവും സംസാരിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് എന്താണ് മറുപടി? അതായത് ആക്ഷനിലൂടെ വരും. യെസ്, അതാണ് ആക്ഷനിലൂടെ നടപടി വരും എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തറപ്പിച്ചു പറയുന്നുണ്ട്. മുരളീധരൻ പറയുന്നത് നേതൃത്വവുമായി ആശയവിനിമയം നടത്തി എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ഡാൻ തന്നെ നൽകും. എന്താണ് സംഭവിച്ചത്?